എല്ലിൻ കഷ്ണം ഇട്ടുകൊടുത്താൽ ഓടിച്ചെല്ലുന്ന ജീവിയെ പോലെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ. ഇപ്പോൾ മാത്രമല്ല, മുൻപും ഇത് തന്നെയായിരുന്നു കണ്ടുവന്നത്. പാർട്ടിയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന പാർട്ടിയിലെ പ്രവർത്തകർ തന്നെ BJPയുടെ വലയിൽ വീഴുന്നത് നാം കാണുന്നതാണ്. BJPയുടെ ഓഫർ പട്ടികയിൽ ഇനിയും പല നേതാക്കളുമുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ്. പാർട്ടിയിലെ കെടുകാര്യസ്ഥത മൂലമാണ് ഇവർ പോകുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം തന്നെ അറിയുന്ന കാര്യമാണ്. ഇതുവരെ മറുകണ്ഠം ചാടിയവരുടെ അവസ്ഥയോ പരമദയനീയം തന്നെ. ഒരു കാര്യവുമില്ലാതെ പാർട്ടിയിലെ പൊടിയും തട്ടി ഇരിക്കുകയാണ് പലരും. പോയവർക്കോ പണിയില്ല, പോവാൻ ഇരിക്കുന്നവർക്കും പണിയില്ല, അതാണ് അവസ്ഥ. ഇപ്പോൾ ചാടിയവർ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ചാടുമോ എന്നതും സംശയം തന്നെയാണ്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചാടിയവർ ഇനി BJPയിൽ നിന്നും മറ്റു പാർട്ടികളിലേക്ക് ചാടുമോ ഇല്ലയോ എന്നതും ഉറപ്പില്ലാത്തൊരു കാര്യം തന്നെയാണ്. K. സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, BS ശിവൻകുമാർ, TN പ്രതാപൻ, ബിന്ദു കൃഷ്ണ, എന്തിന് ഷാനിമോൾ ഉസ്മാനും ദീപ്തി മേരി വർഗീസും തുടങ്ങി ഡസൻ കണക്കിന് നേതാക്കൾ BJPയുടെ ഓഫർ പട്ടികയിലുണ്ട്. ഇനിയും പലരും വരാൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സുരേന്ദ്രനും വരും ദിവസങ്ങളിൽ പലരും വരുമെന്ന് ജാവദേക്കറും പറഞ്ഞതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. K. കരുണാകരന്റെ മകൾ പത്മജ BJPയിലേക്ക് ചേർന്നതിന് പിന്നാലെ പത്മജ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. വൈകാതെ തന്നെ ചേട്ടനും BJPയിലേക്ക് വരുമെന്ന്. ശോഭാ സുരേന്ദ്രനും ഒരിക്കൽ പറയുകയുണ്ടായി. മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ട ദൂരവും അത്ര വിദൂരമല്ല. ഇരുവരുടെയും ഈ പ്രസ്താവനകൾ വെറുതെ നിസ്സാരമായി കാണാൻ കഴിയില്ലല്ലോ. K. മുരളീധരനും മറുകണ്ഠം ചാടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരു പണിയുമില്ലാതെ നോക്കിയിരിക്കാനാണോ BJP ഇവരെ കൊണ്ടുപോകുന്നത് എന്നത് പലർക്കും വിട്ടുമാറാത്ത സംശയമാണ്. ഇങ്ങനെ കൊണ്ടുപോയിട്ട് BJPക്ക് എന്തു ഗുണം? ആർക്കും ഗുണമില്ല. പോയവർക്ക് തിരിച്ചു വരാനും കഴിയില്ല. ഒന്നും പറയാനും കഴിയാത്ത അവസ്ഥയായി. ഇവർ പോയതോടെ കോൺഗ്രസിലെ ഭാരം ഒന്ന് കുറഞ്ഞു. അതാണിപ്പോൾ ലാഭമായത്. പത്മജയും PC ജോർജും അനിൽ ആന്റണിയും ടോം വടക്കനുമെല്ലാം BJPയിലേക്കുള്ള ഒഴുക്കിൽ ഒലിച്ചു പോയതാണ്. വരും ദിവസങ്ങളിൽ ഇനി ആരെല്ലാം ഒഴുക്കിൽപ്പെടുമെന്ന് കണ്ടു തന്നെ അറിയണം.